ശ്രീ എം വിജിൻ, ഇന്നലത്തെ പ്രതിഷേധം അങ്ങ് പറഞ്ഞ വിശദീകരണവും ഉൾക്കൊള്ളുന്നു. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മോശം പെരുമാറ്റം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പ്രകോപിതനായതെന്ന് അങ്ങ് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇങ്ങനെ ഒരു വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോൾ കണ്ടാലറിയാവുന്നവർക്കെതിരെ കേസെടുക്കുക, അതിൽ മുൻനിരയിൽ നിന്നയാളെ ഒഴിവാക്കുന്നത്, അതൊരു രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുള്ള ഒഴിവാക്കലായി ആളുകൾക്ക് തോന്നില്ലേ? അങ്ങനെ വേണ്ടിയിരുന്നു ഒരു കേസൊന്നും, ഇപ്പോൾ ഒരു അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള ഒരു കേസൊന്നും ജനപ്രതിനിധികൾക്കൊന്നും വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നതല്ലോ. അല്ല, ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ സ്വാധീനവും ഞാൻ നടത്തിയിട്ടില്ല. കാരണം ഇന്നലെ നടന്ന ഞാൻ ആ സമരത്തിന്റെ ഭാഗമല്ല. ഞാൻ ആ സമരം അതിനകത്ത് എത്തിയതിനു ശേഷം ഉദ്ഘാടകനായി എത്തിയതാണ്. എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇടപെടലോ MLA എന്ന രീതിയിലോ മറ്റോ ഞാൻ നടത്തിയിട്ടുമില്ല. കാരണം ഇന്നലെ ഞാൻ നേരത്തെ തന്നെ എന്റെ വാദം പറഞ്ഞതാണ്, വളരെ കൃത്യമായി പറഞ്ഞതാണ്. കാരണം മാധ്യമങ്ങളിലൂടെ വന്ന വീഡിയോ എന്ന് പറയുന്നത് അതിന്റെ രണ്ടാം ഭാഗമാണ്. അതിന്റെ ഒന്നാം ഭാഗം എന്ന് പറയുന്നത് പ്രസംഗിക്കുമ്പോൾ മൈക്ക് തട്ടിയെടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കേസെടുക്കാം, അതിലാരും അദ്ദേഹത്തെ ഒബ്ജക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മൈക്ക് തട്ടിയെടുത്തിട്ടില്ല. അതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായത്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് തട്ടിയെടുത്ത് വളരെ മോശമായ രീതിയിൽ പോലീസ് ഓഫീസർ സംസാരിക്കുക. രണ്ടാമത്തെ ഭാഗമായിട്ടുണ്ടായത്, ഇന്നിപ്പോ ചില മാധ്യമങ്ങളെങ്കിലും കൊടുക്കുന്നത് എന്റെ പേര് ചോദിച്ചതെന്തോ വളരെ മോശമായി പോയ രീതിയിലാണ്. അങ്ങനെ ആ ഒരു ആംഗിളിലല്ല പേര് ചോദിച്ചതിനും അല്ല, ഞാൻ തട്ടിക്കയറാനുണ്ടായ ഇന്നലെ ശ്രീ വിജിൻ അത് വിശദീകരിച്ചാണല്ലോ, പേര് ചോദിച്ചുകൊണ്ടല്ല, എന്റെ പേര് എല്ലാവരും അറിയണം എന്നൊരു നിർബന്ധവും ഇല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടോ. എനിക്കില്ല, ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളും അല്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ഇപ്പോ വ്യക്തിപരമായി പോലും വിളിക്കുമ്പോൾ വിജിനാണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല, അത് നല്ല ബോധ്യമുള്ള ഒരാളാണ്. പക്ഷേ അതൊന്നുമല്ല ഇതിനകത്തുണ്ടായ പ്രശ്നം. ആ വിഷയത്തെ വളരെ സൗമ്യമായിട്ട് നമുക്ക് പരിഹരിക്കാമായിരുന്നു. മതിലിനകത്ത് എന്തുകൊണ്ട് ഗേറ്റിന് പോലീസ് നിന്നില്ല? അവരുടെ ഡ്യൂട്ടിയിലുണ്ടായ വീഴ്ചയാണ്. ആ വീഴ്ചയെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ SIയുടെ ഭാഗത്തുണ്ടായത്. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണമായത്. സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്ത് അന്വേഷണം ഉണ്ടാവും. ഞാൻ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. താങ്കൾ ഇടപെടൽ നടത്തിയെന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ ഒരു പൊതുവായി നടത്തിയ ഒരു പരിപാടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളെ ഒഴിവാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ധാരണ എന്താണ്? കാരണം അല്ലല്ല, ഞാൻ ഇന്നലെ തന്നെ അവിടുന്ന് SIയോട് എല്ലാവരുടെ മുന്നിൽ നിന്ന് പറഞ്ഞാണ്, നിങ്ങൾ എനിക്കെതിരായി കേസെടുത്തോളൂ എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ട കേസില്ല, SIയോട് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഇതെന്തുകൊണ്ട് ഉണ്ടായി എന്ന സംബന്ധിച്ച് എനിക്കറിയില്ല. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് അതിന്റെ ഒരു മറുപടിയിലേക്ക് എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ. മറ്റൊരു സ്വാധീനമോ മറ്റൊന്നും ഇതിനകത്ത് ഒരിക്കലും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും ഉണ്ടാകില്ല. പക്ഷേ ശ്രീ വിജിൻ, ഇതിൽ വളരെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പരമായി യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാരണം, ഭരണകക്ഷി MLA ഇത്ര ശക്തമായ രോഷത്തോടെയൊക്കെ സംസാരിച്ചാൽ ആ പോലീസുകാരൻ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ആരും ചിന്തിച്ചു പോകും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള രീതിയിൽ ഇനി സ്ഥലമാറ്റമടക്കമുള്ള കാര്യങ്ങൾ പലതും നടന്നേക്കാം. അപ്പം അങ്ങനെയൊക്കെ ധാരണകൾ ആളുകൾക്കിടയിൽ ഉണ്ടാകും. ഇപ്പോൾ ഈ പേര് അങ്ങേ ഒഴിവാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് ഇതിൽ ഭയന്ന് പേര് ഒഴിവാക്കുന്നതായി പോലെ, ഞാനൊരു പേരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ, പോലീസിന് നടപടി എടുക്കുന്നു, അങ്ങയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിഷേധമാണോ അത് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. ഈ ഒഴിവാക്കൽ ആവശ്യമില്ല. അപ്പം അങ്ങയുടെ പേര് ഒഴിവാക്കുന്നത് അങ്ങയെ സംബന്ധിച്ച് കുഴപ്പമില്ലെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ അതൊരു മോശം കാര്യമല്ലേ? ഒരു രാഷ്ട്രീയ നേതാവ് വളരെ ശക്തമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരില്ല, ബാക്കി എല്ലാവർക്കും എതിരെ കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുക്കുക, അതൊരു ശരിയായ നയമല്ലല്ലോ പോലീസ് എടുത്തത്. അല്ല, ഞാൻ ഇന്നലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ സംസാരത്തിനിടയിൽ പറയുന്നുണ്ട്, അങ്ങ് കേസെടുത്തോളൂ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്നെ മാറ്റി നിർത്തണം എന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ അങ്ങ് ചോദ്യത്തിൽ ആവർത്തിച്ചൊരു കാര്യം, ഭരണപക്ഷ MLA. ഞാൻ അങ്ങനെയൊന്നും ഭരണപക്ഷ MLAയോ പ്രതിപക്ഷ MLAയോ ഒരു MLA എന്ന രീതിയിലൊന്നുമല്ല പ്രതികരിച്ചത്. ഒരു മനുഷ്യന്റെ സ്വാഭാവിക പ്രതിഷേധത്തിലുണ്ടാവുന്ന ഒരു പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. അതിനപ്പുറം ചില മാധ്യമങ്ങൾ വളരെ മോശമായിട്ട് ഭരണകക്ഷി MLA എന്ന നിലയിലല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് പിണറായിയുടെ പോലീസാണ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു പ്രതിപക്ഷ MLA ആണെങ്കിൽ ഇത് പിണറായിയുടെ പോലീസാണെന്ന് പറഞ്ഞ് പോലീസിനോട് ആക്രോശിക്കില്ല. അത് അങ്ങ് ഭരണപക്ഷ MLA ആയതിൻ്റെ അങ്ങക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജിന്റെ ഭാഗമായിട്ട് അങ്ങ് ആ വാക്ക് ഉപയോഗിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഞാൻ വ്യക്തമായി പറയാം. ഞാൻ എന്താണ് ആ സംഭാഷണത്തിൽ പറഞ്ഞത്. ഇത് കേരളത്തിന്റെ ഏറ്റവും മികച്ച ആഭ്യന്തര വകുപ്പ് സംവിധാനമാണ്, പോലീസിംഗ് സംവിധാനമാണ്. ആ പോലീസിംഗ് സംവിധാനത്തിൽ നിങ്ങളെപ്പോലുള്ള ചില ആളുകളാണ് അതിനെ മോശപ്പെടുത്തുന്നത്. അങ്ങനെ മോശപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതാ ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഇല മുള്ളിൽ വീണാലും മുള്ള് ഇലയിൽ വീണാലും കേട് എന്ന രീതിയിലോട് ചൊല്ലുണ്ടല്ലോ. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. സ്വാഭാവികമായിട്ട് വിമർശിക്കാം. വിമർശനം എല്ലാ തലങ്ങളിലും ഉണ്ടാവും. അത് രാഷ്ട്രീയമായിട്ടുണ്ടാവും, അത് പല രൂപത്തിലുള്ള വാർത്തകളായിട്ട് അതിനെ മാറും.
അതിലൊന്നും എനിക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഇല്ല. പക്ഷെ യാഥാർത്ഥ്യം ഇതൊന്നും ആയിരുന്നില്ല. അവിടെ ഉണ്ടായ നിങ്ങളുടെ തന്നെ മാധ്യമ സുഹൃത്തുക്കളോട് സംഭവ സ്ഥലത്തുണ്ടായ മാധ്യമ സുഹൃത്തുക്കൾ, മറ്റാരോടുമല്ല, മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ എങ്ങനെയായിരുന്നു ഒരു സബ് ഇൻസ്പെക്ടറുടെ പെരുമാറ്റം. MLA എന്നത് വിട്ടേക്കൂ, MLA എന്ന രീതിയിൽ വരുമ്പോഴാണല്ലോ പ്രോട്ടോകോളൊക്കെ വരുന്നത്. അതൊന്നും വേണ്ട. ഒരു വ്യക്തി, ഒരു ഉദ്ഘാടനം ചെയ്യുന്ന ഒരാൾ വരുന്നു, ആ ഉദ്ഘാടകനായി വരുന്ന ഒരാളോട് ഒരു SI എങ്ങനെയാണ് പെരുമാറേണ്ടത്? ആ പ്രശ്നം അവസാനിപ്പിക്കലാണെങ്കിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചാൽ മതിയായിരുന്നില്ലേ? നമുക്ക് സൗഹൃദപൂർവ്വം ഒന്ന് പുറത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് സംസാരിച്ചുകൂടെ? ഞാൻ തയ്യാറാണെന്ന്. ഞാൻ അവിടെയുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതാ, നമുക്ക് പുറത്തു പോയിട്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഞാൻ അവിടെയുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതാ. സംശയം ഉണ്ടെങ്കിൽ മാതൃഭൂമിക്ക് അന്വേഷണം നടത്താം. ഇല്ല, ഒരു സംശയമില്ല. ഞാൻ അങ്ങയുടെ ഉദ്ദേശശുദ്ധിയിലോ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിച്ചോളൂ. അതായത് ഒരു MLA എന്ന നിലയ്ക്ക് അങ്ങ് ഭരണപക്ഷത്തിന്റെ MLA നിൽക്കുമ്പോഴും പ്രതിപക്ഷ MLA നിൽക്കുമ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ അത് പല അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. പ്രതിപക്ഷ MLA ആണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് തോന്നില്ല ഇത് നിങ്ങൾ ഭരണകക്ഷിയുടെ ഭാഗമാണ്, അതിൻ്റെ പോലീസാണ് എന്ന വാക്കുകൾ അങ്ങയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് തങ്ങളുടെ ഒരു രാഷ്ട്രീയ സ്വാധീനം വെളിവാക്കുന്ന നിലയിലല്ലേ കണക്കാക്കും. അങ്ങനെയാണ്, അല്ലാതെ അങ്ങ് ഉപയോഗിച്ചത് വലിയൊരു മോശമെന്ന നിലയിലല്ല. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അല്ല, മാധ്യമങ്ങൾക്ക് ആ വാർത്തയെ എങ്ങനെയോ എടുക്കാം. പിന്നെ അതിനെ രണ്ടു തരത്തിൽ പിന്നെ എന്തായാലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയും ഉണ്ടാകും. പക്ഷേ ഇതിനകത്തുണ്ടായ റിയാലിറ്റിയുടെ കാര്യം കൂടി നോക്കുമ്പോഴാണ് ഞാൻ പ്രതികരിച്ചു പോയത് ഏത് തലത്തിലാണ് എന്നുള്ളത് ബോധ്യപ്പെടുക. പക്ഷേ അവിടെ ഞാൻ ഭരണപക്ഷ MLA അല്ലെ പ്രതിപക്ഷ MLA അവിടെ ഞാൻ കാണേണ്ടത് എന്നോട് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഒരു SI ഇനി MLA എന്ന രീതിയിൽ തന്നെ എടുത്താൽ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ SI സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കാവോ? ഞാൻ SIക്കെതിരായി സംസാരിച്ചതിനെ പറയുന്നുണ്ട്. SI ഭയന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് നോക്കിയാലും മൈക്ക് തട്ടിയെടുത്ത് അദ്ദേഹം നിൽക്കുന്ന വർത്തമാനം പറയുന്ന രംഗെടുത്ത് നോക്കിയാലൊക്കെ അദ്ദേഹത്തിന്റെ ശരീരഭാഷ എന്തായിരുന്നു നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഇല്ലേ ബഹുമാനത്തിന്റെ? അത് ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാവേണ്ടതാണോ? അത് രണ്ട് ഭാഗത്തും ഉണ്ടാവും. ബഹുമാനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിക്കേണ്ടതാണ്, അത് ഇങ്ങോട്ട് തന്നിട്ട് അങ്ങോട്ട് വാങ്ങിക്കേണ്ടതാണ്. അങ്ങനെയാണ് ഒരു SI ആയാലും മറ്റൊരു വ്യക്തിയായാലും കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നിടത്ത് തന്നെയാണ് എന്റെ പ്രതികരണം ഉണ്ടായത്. ഞാൻ SIയോട് ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾക്കിത് തെറ്റായ സംവിധാനമായി തോന്നുന്നെങ്കിൽ നിങ്ങൾ കേസെടുത്തോളൂ. കേസെടുക്കാൻ ആണ് SI വേണ്ടത്, അല്ലാതെ മൈക്ക് തട്ടിയെടുത്ത് അവിടെ കലാപമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയല്ല. സമാധാനപരമായിട്ടുള്ള ഒരു സമരത്തെ മോശപ്പെടുത്താനല്ല ഒരു SI നോക്കേണ്ടത്. അങ്ങ് പറഞ്ഞ നിങ്ങൾ വേണമെങ്കിൽ കേസെടുത്തോളൂ എന്ന് പറഞ്ഞാലും നമ്മുടെ പോലീസ് സംവിധാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെതിരെ ഏതൊക്കെ രീതിയിൽ ശക്തമായി പോകാൻ കഴിയും അവർക്ക് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ല. ഇപ്പം നിങ്ങൾ ഭരിക്കുന്നതുകൊണ്ടല്ല, അത് ആര് ഭരിച്ചാലും ആ ഭരിക്കുന്ന പാർട്ടികൾക്കെതിരെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് എത്രത്തോളം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയാറുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ശ്രീ വിജയൻ? അല്ല, ചോദ്യം നിങ്ങൾ ആവർത്തിച്ച് ഒരേ ചോദ്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ഒരു തരത്തിലും ഞാനെന്നല്ല, ഒരു രാഷ്ട്രീയപരമായ ഒരു ഇടപെടലും അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാകില്ല. അത് അവിടുന്ന് അന്വേഷിച്ചെടുക്കേണ്ടതല്ലേ? അവിടുന്ന് എടുക്കട്ടെ. അന്വേഷിച്ച് പോലീസ് സംവിധാനമല്ലേ കൈകാര്യം ചെയ്യേണ്ടത്, അവർ അന്വേഷിച്ചെടുക്കട്ടെ. ഒരു ഇടപെടലും അതിനകത്ത് നടത്തിയിട്ടില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തോട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ, നിങ്ങൾ മൈക്ക് തട്ടിയെടുക്കുമ്പോഴും ഒരു പ്രസംഗം നടന്നത് തടസ്സപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ നിയമപരമായി നിങ്ങൾ കേസെടുത്തോളൂ, എന്തിനാണ് ഈ പ്രകോപനം ഉണ്ടാക്കുന്നത്? ഇതാണ് തുടക്കം. ഇവിടെയല്ലേ തുടക്കം, ആ പ്രശ്നത്തിന്റെ തുടക്കം ഉണ്ടായത്. അദ്ദേഹത്തോട് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ നിയമപരമായി കേസെടുക്കൂ, നിയമപരമായി ഇതിനാക്കൂ. നിങ്ങൾ എന്തിനാണ് വളരെ സമാധാനപരമായി നടക്കുന്ന ഒരു 10 മിനിറ്റ് നേരം നടക്കുന്ന ഒരു സമരത്തെ മൈക്ക് തട്ടിയെടുത്ത് പലപ്പോഴായി ആ സമരത്തിന്റെ മുന്നിലേക്ക് സംസാരിക്കുന്നതിനിടയിലേക്ക് വന്നിട്ട്? ശരിയാണ്. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി, അത് ഗേറ്റിന്റെ അവിടെ തടയേണ്ടതായിരുന്നു. അത് തടയാതെ ഉള്ളിലേക്ക് വന്നതിന്റെ പ്രശ്നങ്ങൾ മറയ്ക്കാനാണ് പോലീസ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അതൊക്കെ അന്വേഷണത്തിലൂടെ കാണേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇത് വളരെ ശക്തമായി പ്രതികരിച്ച ഒരാൾ ഒഴിവാക്കി കേസെടുക്കുന്ന സാഹചര്യം വന്നുകൊണ്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അങ്ങയുടെ വാദങ്ങളൊക്കെ നമ്മൾ അതേ മുഖവിലേക്ക് എടുക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം പ്രവൃത്തി ഉണ്ടായതുകൊണ്ടായിരിക്കാം ക്ഷോഭിച്ചത്. പക്ഷേ ഇന്നലെ എടുത്തല്ലോ, ഇന്നലെ ഈ വാർത്ത ഞാനും വായിച്ചതാണ്. ഇന്നലെ അങ്ങയുടെ പ്രതികരണം വളരെ ശക്തമായി അതിന്റെ ഒപ്പം ചേർത്തതാണ്. അതിനുശേഷമാണ് നമ്മൾ തത്സമയ വിവരങ്ങളിലേക്ക് പോയത്. ശ്രീ വിജയൻ, MLA പേര് ചോദിച്ച് ചൊടിപ്പിച്ചു എന്നാണ്. അല്ല, ചൊടിപ്പിച്ച് അങ്ങനെയല്ല എന്ന് അങ്ങ് തന്നെ പറയുന്ന പ്രതികരണമല്ലേ അതിന് പിന്നാലെ കേൾപ്പിച്ചത്?
എന്നോട് ഒരാൾ പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് കുറഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്ന ഒരാളൊന്നല്ല. നമ്മളോട് ശ്രീ വിജിൻ അവരോട് പേര് അങ്ങ് ഇത് കൃത്യമായി പറയുന്നത് എന്റെ പേര് ചോദിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ ആളുകളോട് എന്റെ പേര് പറഞ്ഞ് തന്നെയാണ് പരിചയപ്പെടുത്താറ് എന്ന കാര്യമൊക്കെ ഇന്നലെ അങ്ങ് ഞങ്ങളോട് ടെലിഫോണിൽ പറഞ്ഞാണ്. അത് നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചാണ്. അപ്പൊ അതിലെന്താണ് നമ്മൾ രണ്ട് ഭാഗം എടുത്തത്? എന്താണ് സംഭവം ഉണ്ടായത്, അങ്ങയുടെ പ്രതികരണം എന്താണ്, അത് ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ആരോടും അതിന്റെ ഒരാളോട് കൂട്ടിച്ചേർന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തായാലും അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അതേ രീതിയിൽ എടുക്കുന്നു, പോലീസ് എടുക്കേണ്ട നടപടികൾ എടുക്കട്ടെ അല്ലേ? ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ, പോലീസുമായി സംസാരിക്കൂ. ഞാൻ അതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല, ഒരു രാഷ്ട്രീയ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായി എന്ന് ഞാൻ ഒരു ഘട്ടത്തിലും വിശ്വസിക്കുന്നില്ല. എനിക്ക് മറ്റ് അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങളോട് ഈ വിഷയത്തിൽ നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രതികരിക്കാനും പറ്റില്ല. ശരി, ഓക്കെ, വളരെ നന്ദി ശ്രീ എം വിജിൻ പ്രതികരണം അറിയിച്ചതിന്. എന്തായാലും